ഓരോ നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ഘടകങ്ങൾ പലതാണ്. ചിലയിടത്ത് ജാതിയും മതവുമാകും വിജയിയെ നിശ്ചയിക്കുക, ചിലയിടത്ത് അടിസ്ഥാന തൊഴിലാളി വർഗമാകും വിജയിയെ നിശ്ചയിക്കുക. കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് വിജയികളെ നിശ്ചയിക്കുന്നത് കർഷകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമാണ്. മത്സ്യത്തൊഴിലാളികളും കർഷകരും ജീവിത പ്രതിസന്ധി നേരിടുമ്പോൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി അവരുടെ മുന്നിൽ വീണ്ടും വോട്ട് തേടി ചെല്ലുന്നത്? ഇവിടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് ഞങ്ങൾക്കൊപ്പം അതിഥിയായുള്ളത്. മറ്റാരുമല്ല, ഭഗത്. വെങ്ങാനൂർ ഡിവിഷനിൽ, അതായത് തീരെ ചെറിയ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡിവിഷന്റെ വാർഡ് കൈകാര്യം ചെയ്തിരുന്ന ജനപ്രതിനിധി. സ്വന്തം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം കോവളം മണ്ഡലത്തിലെ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ കുറിച്ച് സ്വപ്നം കാണുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഭഗത്, കോവളം അതുപോലെ തന്നെ ഈ കിഴക്കൻ മേഖല, ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖല, ഇവിടെ ഒരു ഭാഗത്ത് കർഷകരാണെങ്കിൽ ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളാണ്. ഈ രണ്ട് വിഭാഗം ജനവിഭാഗങ്ങളും ധാരാളം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അവരെ ഓരോ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുന്നതാണ് നമുക്കറിയാം. നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഭഗത്ത് അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ ഇത് മറികടക്കാൻ ഒരു ജനപ്രതിനിധി ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ പ്ലാനിങ് ആണ് കയ്യിലുള്ളത്? അങ്ങനെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ടായിട്ട് തന്നെ മറുപടി പറയാം. ഒന്ന്, നമ്മുടെ കാർഷിക മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് വെങ്ങാനൂരും കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്. അതെ. അപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ ആനേറ വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നിന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ ഇറിഗേഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടലാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ വെസ്റ്റ് എന്ന് പറയും, വെള്ളായണി വെസ്റ്റ് എന്ന് പറയുന്ന ഈ മേഖലയിൽ ഒന്ന് ഗംഗയാറിലേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. മറ്റൊന്ന് നമ്മുടെ വെങ്ങാനൂർ വന്നിട്ട് നമ്മുടെ പൂങ്കുളം വരുന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ കനാൽ സിസ്റ്റത്തില് ഇപ്പോൾ നിലവിൽ വെള്ളം വന്നിട്ട് അനേകം വർഷങ്ങളായി. ഒരുപക്ഷെ ഞാൻ ജനപ്രതിനിധി ആയിട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ വെങ്ങാനൂരിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പലയിടത്തും ബെഡ് ലെവൽ ക്ലീനിങ് നമ്മുടെ ഈ കനാലുകളിൽ സംഭവിക്കാറില്ല. ഇപ്പോ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കാട് കയറുന്ന ഭാഗമായിട്ടും അതാത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ഇടപെടലോടുകൂടെ അവിടെ ഒരു ചെറിയ ക്ലീനിങ് കനാലിലെല്ലാം നടക്കാറുണ്ട്. പലരും വേസ്റ്റ് ഉപേക്ഷിക്കുന്നത് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ റെസിഡൻസുകാരും എല്ലാം ക്ലീനിങ് ചെയ്യുന്ന നമുക്കറിയാം. പക്ഷെ വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് ലെവൽ ക്ലീനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പൂങ്കുളം വരെയും വെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ കനാലിന് തൊട്ട് താഴെയുള്ള തലക്കുളങ്ങളിലേക്ക് ഈ പറയുന്ന വെള്ളം അതിന്റെ റിസോഴ്സ് എന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതിന് താഴെയായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ വയലേലകൾ വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ റീചാർജിങ് നമ്മുടെ ഇറിഗേഷന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്രോതസ്സുകളായ തലക്കുളങ്ങളും ഈ പറയുന്ന തോടുകളും എല്ലാം ഈ പറയുന്ന തിരിച്ചു വരവെന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്നെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അപ്പോ തിരിച്ച് ഈ വയലേലകളിൽ കൂടെ കടന്നിട്ടാണ് ഈ വെള്ളം എവിടെ പോകുന്നത്, കായലിലേക്ക് പോകുന്നത്. അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷരഹിതമായ പച്ചക്കറികളും എല്ലാ വിഭവങ്ങളും നമുക്കിവിടെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനും കഴിയും. നമ്മുടെ കർഷകരെ സംബന്ധിച്ച് എല്ലാ മാസവും നമുക്ക് നല്ല രീതിയിൽ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് കൊണ്ടുവരാനും കഴിയില്ല. നമ്മളിപ്പോ ഒരു മാമ്പഴം നമ്മുടെ ഇവിടെ വാങ്ങുന്നതിന്റെ എത്രയോ മടങ്ങാണ് മറ്റു രാജ്യങ്ങളിൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ട വരുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വിദേശത്തേക്ക് പോകുന്നവരെല്ലാം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമ്മുടെ കർഷകരെ, അത് ഏത് തരത്തിലുള്ള വിഭവം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംബന്ധിച്ചും ട്രേഡിങ്ങിന് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവരെ ആ കാർഷിക രീതിയിൽ നിൽക്കുന്ന കർഷകരെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റീചാർജിങ്. ഒന്ന് ഇറിഗേഷന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ഇടപെടൽ വന്നാൽ തീർച്ചയായും ഒരുപക്ഷെ ഒന്ന് ഉൽപാദനം കാര്യക്ഷമമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം. അതാണ് ഭഗത്ത് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഉൽപ്പന്നങ്ങൾക്ക്
ലോകവിപണി ഇപ്പോൾ ആനറ വേൾഡ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി തൊട്ടടുത്ത് സ്വകാര്യ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നതോടുകൂടി ഒരു പക്ഷേ ഈ കച്ചവടമൊക്കെ കുറഞ്ഞ സ്ഥിതി ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്നൊക്കെ വലിയ റീച്ച് ഈ ഇറിഗേഷൻ ഫെസിലിറ്റി മാത്രം ശരിയാകുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് വഴി കോവളം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നാണ് നമുക്കത് പറയുന്നത്. അത് വലിയ ആശയമാണ്. പിന്നെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലോകത്തൊരിടവും കാണാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഞാൻ നമ്മുടെ കേരളത്തിനെ കാണുന്നത്. കാരണം ഏത് വേസ്റ്റ് ആയാലും, അത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയാലും മറ്റ് ഈ പറയുന്ന പോലെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആയാലും, ഇതൊന്നും യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും നൽകാതെ ഡയറക്റ്റ് സീയിലേക്ക് അല്ലെങ്കിൽ ലേക്കിലേക്ക്, ഏത് ജലസ്രോതസ്സാണോ നമ്മുടെ തൊട്ടടുത്തുള്ളത് അതിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം വരണം. നമ്മുടെ കോവളം അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് തന്നെ നമ്മൾ പോകുമ്പോൾ അനേകം ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റ് കടലിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ മത്സ്യ മേഖലയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ തന്നെയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു 2 കിലോമീറ്ററിനകത്ത് ഏതെല്ലാം മത്സ്യങ്ങൾ ലഭിച്ചിരുന്നോ അത് ഇന്ന് ലഭിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അകത്തേക്ക് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നാളെ അതുപോലെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതാണ് ഫിഷിംഗ് എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉള്ള മറ്റ് ആളുകൾ ഈ പ്രദേശത്ത് ഈ പറയുന്ന പോലെ ഫിഷിങ്ങിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് തരത്തിലുള്ള ബോട്ടായാലും മറ്റ് ഫിഷിംഗ് എക്യുപ്മെന്റ്സോടുകൂടെ ആയിരിക്കും അവർ വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരദേശത്ത് ഫിഷിങ്ങിന് ചില വമ്പൻ കമ്പനികൾക്ക് അനുമതി കൊടുത്തു. അതിന്റെ പ്രതിഷേധമൊക്കെ തീരദേശത്ത് നടന്നതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള മത്സ്യ മേഖലയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് ഈ മത്സ്യസമ്പത്തിനോടൊപ്പം തന്നെ അവരുടെ അടുത്ത തലമുറയിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും സ്കിൽഡ് നമുക്ക് ഓരോ സ്കിൽഡ് ട്രെയിനിങ് നമുക്ക് നൽകാൻ കഴിയണം. അത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന രീതിയിലായാലും മറ്റ് ഏതെല്ലാം സാധ്യതകളുണ്ടോ അതിലേക്കുള്ള സ്കിൽഡ് ലേബേഴ്സ് ആയിട്ട് നമുക്ക് അവരെ മാറ്റേണ്ടതായിട്ടുണ്ട്. വിഴിഞ്ഞം എന്ന് കേൾക്കുമ്പോൾ മറ്റു ജില്ലയിലുള്ള ആളുകളോ കൂടെ കുറെ കെട്ടിടങ്ങൾ വരുന്നു, റോഡ് വരുന്നു, വികസനമുണ്ട് എല്ലായിടത്തും. പക്ഷെ ഈ പറയുന്ന ജീവസ്പർശിയായ ബേസിക് യൂണിറ്റുകളെ, പ്രത്യേകിച്ച് ബേസിക് ആളുകളെ ഇവരാരും കാണുന്നില്ല. അവരെയൊക്കെ കണ്ണടച്ച് തള്ളിക്കളയുകയാണ്. പക്ഷെ അത്തരം ശബ്ദമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഭഗത്. ഒന്ന്, എന്റെ അറിവിൽ ഈ കോവളം ബൈപ്പാസിലെ ടോൾ അതിനെ കുറിച്ചുള്ള ഭഗത്തിന്റെ കേസിന് ശേഷമാണെന്ന് തോന്നുന്നു പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പൊ അത്തരം സോഷ്യൽ ഇടപെടലുകൾ, സാമൂഹിക ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, സമൂഹത്തിൽ കൃത്യമായ സന്ദേശം നൽകിയുള്ള ഇടപെടൽ, അത് ഇനി ഏത് തരത്തിലാണ് ആയിരിക്കും കോവളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ചെയ്യുക. ടോള് നമുക്കൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ് വേണമെങ്കിലും അതിനൊരു സയന്റിഫിക് അപ്രോച്ച് വേണം. ഇവിടെ നമ്മൾ ഈ പറയുന്ന വിഴിഞ്ഞം, ഈ പറയുന്ന ടൂറിസ്റ്റ് മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കോവളം, നമ്മുടെ തൊട്ടടുത്ത് 10 കിലോമീറ്ററിനകത്ത് എയർപോർട്ട് ഉണ്ട്. നമ്മുടെ ഇറ്റക്കിലെത്തി കഴിയുമ്പോൾ ചാക്ക ആ പ്രദേശങ്ങളെല്ലാം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫുട്പാത്ത് സംവിധാനം എത്ര സ്ഥലത്തുണ്ട്, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം എത്ര സ്ഥലത്തുണ്ട്, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം, അത് ഉറപ്പ് വരുത്താതെ ഇത്തരത്തിലുള്ള ഒരു ടോള്, അതും ഭീമിച്ച രീതിയിലുള്ള ഒരു തുക ഈടാക്കുന്നത് കൊണ്ടാണ് അതിനെതിരെ ഈ പറയുന്ന പോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതി മുമ്പാകെ അത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത്. ഇപ്പോഴും കേസ് ഓൺഗോയിങ് തന്നെയാണ്. 2 പ്രാവശ്യം ഈ പറയുന്ന പോലെ കമ്മീഷൻ വന്ന് ഈ പ്രദേശമെല്ലാം നോക്കുകയുണ്ടായി. നമ്മുടെ ട്രാഫിക് സിസ്റ്റം തന്നെ നോക്കാം. നമ്മൾ ഒരു ടോള്, ഇപ്പൊ നമ്മൾ ആരായാലും ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ, ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാലോ, നമ്മൾ ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ 50 അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അകത്തുള്ള ഒരു ടോള് നമ്മൾ നൽകുന്നുണ്ട്. പക്ഷെ ആ നൽകുന്ന നമുക്ക് അടുത്ത 50 കിലോമീറ്റർ മിനിമം 80 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ 5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുമോ? നമുക്ക് വാഹനം നിർത്താതെ അല്ലെങ്കിൽ പ്രോപ്പറായ സിഗ്നൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ടും ഈ പറയുന്ന പോലെ ക്രോസിംഗ് മേൽപ്പാലങ്ങൾ ഇല്ലാത്തത് കൊണ്ടും 5 കിലോമീറ്റർ പോലും തുടരെ ഒരു വാഹനത്തിന് യാത്ര ചെയ്യാൻ കഴിയില്ല. തിരുവല്ലത്ത് ലോകത്തൊരിടവും 300 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈപ്പാസിൽ ഇരുവശത്ത് നിന്ന് വാഹനങ്ങൾ
ഒരേ സമയം പോകുന്ന ഒരു സംവിധാനം ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബസ് പോലും, നമ്മുടെ KSRTC ബസ് പോലും അവിടെ വൺ വേയിൽ കയറിയിട്ട് വേണം എവിടെ പോകാൻ, കിഴക്കേക്കോട്ടയിലേക്ക് പോകാൻ. അപ്പൊ ഈ സംവിധാനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കിയതിന് ശേഷം ടോൾ നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എതിർപ്പില്ല. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉൽപ്പന്നങ്ങൾ, ഈവൻ മത്സ്യ കയറ്റുമതിക്കാണെങ്കിലും കാർഷിക വിഭവങ്ങളുടെ കയറ്റുമതിക്കാണെങ്കിലും ഒരുപാട് സാധ്യതകൾ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവളമണ്ഡലത്തിൽ മാത്രമുള്ള സൗഭാഗ്യമാണത്. പക്ഷേ നേരത്തെ ഭഗത്ത് സൂചിപ്പിച്ചതുപോലെ മത്സ്യശോഷണം കാരണം തീരം വിട്ടുപോകുന്ന മത്സ്യം, അതിന് മാലിന്യമാണ് ഒരു കാരണമെന്നും ഭഗത്ത് സൂചിപ്പിച്ചു. കർഷകരെ സംബന്ധിച്ച് ഇറിഗേഷന്റെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യലഭ്യത കൂട്ടാൻ, അതുപോലെ കാർഷിക ഉൽപാദനം കൂട്ടി അവരൊരു ബ്രാൻഡിന്, സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രാൻഡിന് കീഴിലാക്കാൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഭഗത്തിന്റെ മനസ്സിലുള്ളത്? മറ്റൊന്നുമല്ല, M.Tech ഹോൾഡറാണ്, ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ അത്രമാത്രം വിശാലമായ ഒരു ചിന്ത ഉണ്ടാകുമല്ലോ. ഇപ്പോ നമ്മളെ സംബന്ധിച്ച് കൃഷി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ ഓടി വരുന്നത് ഭൂകൃഷി ആയിരിക്കുമല്ലോ. പക്ഷെ ഭൂമി ഇല്ലാത്ത ഇപ്പോ മട്ടുപ്പാവ് കൃഷി പോലെ സ്ഥല പരിമിതി കാരണം കൃഷി നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. ഇപ്പൊ നമ്മുടെ ലോകോത്തര മേഖല അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ അറിയാലോ, അവിടെ ഉള്ള ഒരു ഭൂപ്രകൃതിക്ക് ഇത്രയും റിസോഴ്സ് അവർക്ക് അല്ലെങ്കിൽ ഉൽപാദനം ഇത്രയും രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ആ തരത്തിലുള്ള ടെക്നോളജി, ഇപ്പൊ ഹൈഡ്രോപോണിക്സ് ആയാലും ആ രീതിയിലുള്ള നമ്മുടെ ഉൽപാദക മേഖല അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യത്യാസം നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ ഏത് വിദേശിക്കും അവിടെ ലഭിക്കുന്ന തരത്തിലുള്ള ഉൽപാദന മികവ് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കും എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന കർഷകരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കാർഷിക സമ്പത്തും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ അതാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള എൻ്റെ ആഗ്രഹം. മറ്റ് ഈ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ലഭ്യമായി കൊണ്ടിരുന്ന മത്സ്യസമ്പത്ത്, ഇപ്പോ നമുക്ക് ചെറുതിലെ നമ്മൾ കാണുന്ന ചിപ്പി അല്പം വലുത് മുതുവ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇതൊന്നും ഇപ്പൊ ഈ പറയുന്ന പോലെ ഇല്ല. കക്ക പോലും നമ്മൾ വാങ്ങുമ്പോൾ പണ്ട് നിറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് വളരെ ചെറിയ, ഇപ്പൊ നമ്മുടെ ആലപ്പുഴ പോലെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ചെറിയ കക്കയായിരിക്കും ഇതിനകത്ത് ലഭിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. അതായത് മത്സ്യസമ്പത്ത് കൂട്ടുക എന്നതാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ മത്സ്യത്തിന്റെ പ്രജനന ശേഷി കൂട്ടാൻ കഴിയണമെങ്കിൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ നെയ്മത്തി പോലുള്ള ഇതൊക്കെ തീരത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ മാലിന്യം കുറയ്ക്കണം. അതെ, എന്റെ അറിവിൽ ഭഗത്ത് ഒരു ഇന്റർനാഷണൽ ടീമിനോടൊപ്പം ചേർന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? അതെ, അതായത് ഞാൻ അന്ന് പോസിറ്റീവ് ചേഞ്ച് ഫോർ മറൈൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു NGO-യിൽ അവരുമായിട്ടാണ് ഈ പറയുന്ന പോലെ ചേർന്ന് കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ്. അപ്പൊ അവര് മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ ഏറ്റവും അടുത്തുള്ള സീഷോർ പൊല്യൂട്ടഡ് എന്ന രീതിയിൽ നിന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദേശമാണ് അവർ നൽകിയിരുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റ്, ഇപ്പൊ നമ്മളായാലും പോയി കഴിഞ്ഞാൽ തീരത്തിനടുത്തുള്ള വേസ്റ്റ് അത് പ്ലാസ്റ്റിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ സ്ട്രോ ആയാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റൽ സ്ട്രോസ് നമുക്ക് ഉപയോഗിക്കാം. പാം ലീഫ് പോലത്തെ പ്ലാസ്റ്റിക്കിന് പകരം കപ്പായാലും പ്ലേറ്റ് ആയാലും പാം ലീഫ് നമ്മുടെ പഴയ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാം ലീഫില് അങ്ങനെയൊക്കെ ഉൽപാദനം വരികയാണെങ്കിൽ ഈ മേഖലയിൽ ധാരാളം പനയും അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പോലും അവർക്ക് വേണ്ടിയിട്ട് അനേകം പ്രോജക്ട്സ് നമ്മൾ വെച്ചിരുന്നു ഈ പനയോല മേഖലയിൽ ഉള്ള കർഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞാൽ ഭഗത്ത് വെങ്ങാനൂർ ഡിവിഷനിൽ പ്രതിനിധി ആയിരുന്നപ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്തുണ്ട്. അതൊരു ചെറിയ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ചെറിയൊരു സർക്കിളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ അഭിമുഖം കേൾക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകും. ഭഗത്തിനെ പോലുള്ള ആളുകൾ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, കൃത്യമായ ദിശാബോധമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തെക്കുറിച്ച് കൃത്യം വികസനം എങ്ങനെ നടപ്പിലാക്കണം, ഒരാൾ പോലും മാറിപ്പോകാതെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കർഷകരും മത്സ്യത്തൊഴിലാളികളും
നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്ത് കണ്ടെത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്തി അവരെ മെയിൻ സ്ട്രീമിൽ, അതായത് വിദേശ രാജ്യങ്ങളിലെ, അതായത് ഡെവലപ്ഡ് കൺട്രീസിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അതിനൊപ്പം നമ്മുടെ കർഷകർക്കും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും മാറാൻ കഴിയും. വിദേശത്ത് ഒരാൾ എന്ത് വാങ്ങുന്നു, എന്ത് പ്രോഡക്റ്റ് വാങ്ങുന്നു, അതേ പ്രോഡക്റ്റ് നമ്മുടെ കർഷകനും നമ്മുടെ മത്സ്യത്തൊഴിലാളിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മാറ്റമാണ് ഭഗത് സ്വപ്നം കാണുന്നത്. തീർച്ചയായും ഭഗത്തിനെ പോലുള്ള ആളുകൾക്ക് ജനപ്രതിനിധി സഭയിൽ, പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ എത്താൻ കഴിഞ്ഞാൽ, ഇത്തരം പ്രോജക്റ്റുകൾ പ്രാവർത്തികമായാൽ കോവളം മണ്ഡലം ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെയാകും എന്നതിൽ ഒരു തർക്കവുമില്ല.